ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയിപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ജീവൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ടില്ല. അവരിവിടെ ഒരു തവണ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ റെഡിയാക്കി ഞങ്ങൾ വണ്ടിയിൽ കയറി. നല്ല അന്തരീക്ഷം എന്നിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനെയും ചേച്ചീനെയും വിളിച്ചപ്പോൾ അവർ പള്ളിയിൽ പോയേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എട്ടേക്കർ പള്ളിയുടെ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് ഞങ്ങളും വെച്ച് പിടിച്ചു. അവരവിടെയാണ്, എട്ടേക്കർ പള്ളിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഗിൽജീസ്. ആലുവയിലുള്ളപ്പോൾ മെയിനായിട്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 7 മണി സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണിത്. അടിപൊളി സ്ഥലമാണ്. കുഞ്ഞൂസിന് ഇവിടെ വന്നാൽ മെയിനായിട്ടും ബ്രോസ്റ്റഡ് ചിക്കനാണ് ഫേവറേറ്റ്. ഇവിടെ വന്ന് വരുമ്പോൾ തന്നെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കും. മെനു കാർഡിനകത്ത് ഓരോ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. ബ്രോസ്റ്റഡ് ചിക്കനാണ് പക്ഷേ ആൾ ഫേവറേറ്റ്. ഇവിടെ വന്നാൽ അത് കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നല്ലൊരു വൈബാണ് കേട്ടോ. ഈ ടൈമിൽ തിരക്കൊന്നും ഉണ്ടായില്ല. സന്ധ്യ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കൊക്കെ ആയിട്ട് വരും. അന്നുട്ടിയുടെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടോ. അന്നുട്ടിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മിഠായി വേണം. മിഠായിയുടെ ആളാണ് അവൾ. എന്ന് വന്നാലും അവൾക്ക് ആദ്യം മിഠായി വേണം, ഇറങ്ങാൻ നേരത്ത് മിഠായി വേണം. അതിൻ്റെ പേരിലാണ് അവൾ ബഹളം വയ്ക്കുന്നത്. ഞാനും ചേട്ടനും വന്നപ്പോഴേ ഒരു കോഫി ഓർഡർ ചെയ്തു. സാധാരണ ഞങ്ങൾ വരുമ്പോഴേ ഒരു കോഫി ഓർഡർ ചെയ്യും. പിള്ളേരെ തീറ്റിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത കോഫിയുടെ ടൈമാവും. അങ്ങനെ 2-3 കോഫിയൊക്കെ കുടിക്കാറുണ്ട്. അന്നൂട്ടിയുടെ കരച്ചിൽ പിണക്കൊക്കെ മാറ്റാനായിട്ട് ജംസ് മേടിച്ചു കൊടുത്തു കേട്ടോ. അത് കിട്ടിയപ്പോഴേക്കും ആൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, അവൾ താനെ കഴിച്ചോളും. പൊട്ടിച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ അവൾ നോക്കിക്കോളും. എനിക്ക് ഇങ്ങനത്തെ ഓപ്പൺ ഏരിയയിലൊക്കെ വന്നിരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മുടെയൊക്കെ അമ്മമാരുടെയൊക്കെ പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഈ പെണ്ണുങ്ങളും കൊണ്ട് ചായ കുടിക്കാൻ പോകും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ അടിപൊളിയാണ്. ലൈഫ് എൻജോയ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണല്ലോ ഓർക്കുമ്പോൾ. പണ്ട് കാലത്ത് ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, പണ്ട് രാജാക്കന്മാരുണ്ടാകുന്ന കാലത്തൊക്കെ അവരുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അറ്റ്ലീസ്റ്റ് വീട്ടിലൊരു ഫാൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ആലോചിക്കും ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് എത്ര ഭാഗ്യമുള്ളതാണെന്ന് ആ കാര്യത്തിലൊക്കെ. അപ്പോൾ അതേ ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ചിക്കൻ വരാവുന്ന സമയമായി. ഇതാണ് ഗിൽജീസിൻ്റെ ഒരു ഗെറ്റപ്പ്. അത്യാവശ്യം നല്ല ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞൂസിൻ്റെ വെയിറ്റിംഗ് ഓവറായി, സാധനം എത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുഞ്ഞൂസിന് നമ്മളെല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യണം. ആൾ തന്നെയൊന്നും എടുത്ത് കഴിക്കില്ല, കൈമൊന്നും ആക്കുന്നത് ഇഷ്ടമല്ല. സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് അവിടെ ചെന്ന് തന്നെ കഴിക്കുന്നത്. തിരിച്ച് വീട്ടിൽ വന്നാൽ നേരെ തലതിരിയും, നമ്മൾ വാരി കൊടുക്കണം. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ സന്താനം കണ്ടോ മുക്കി കഴിക്കണത്. നമ്മൾ വായിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് അവൾ മേടിച്ചിട്ട് അവൾ വായിലേക്ക് വെക്കുള്ളൂ, അല്ലാണ്ട് വായിലേക്ക് വെപ്പിക്കാൻ അവൾ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു കുറുമ്പിയാണ്. നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട്, കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് ബോൺ എപ്പോഴും അങ്ങനെയായിരിക്കും, സെക്കൻഡ് ബോൺ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന്. പക്ഷേ ഇത്രയും അർത്ഥവത്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മൾ ഭക്ഷണം വാരി കൊടുക്കുന്നത്, തന്നെ കഴിച്ചോളും. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം സമാധാനമുണ്ട്. ഒരാൾക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കും, മറ്റേ ആൾക്ക് വാരി കൊടുക്കും. ഒരേ ടൈമിൽ രണ്ടും കഴിയും. ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ 2 പേർക്ക് 2 ഫുഡായതുകൊണ്ട് ഒട്ടും നിലവേനയില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചേച്ചീനെ വണ്ടി കയറി. ചേച്ചി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ കുർബാന കഴിഞ്ഞ്. ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ഇതാണ് ചേച്ചിയുടെ അമ്മ. അപ്പോൾ ചേട്ടനും അതും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവർ വന്നത്, കുറച്ച് കഴിഞ്ഞിട്ട്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ 3 ആളും കൂടി കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ച് ഭയങ്കര കളിയാണ് കേട്ടോ. അവരെപ്പോൾ കണ്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സകലമാന കളിപ്പാട്ടങ്ങൾ എടുത്ത് വെച്ച് ഭയങ്കര കളിയായിരിക്കും. അങ്ങനെ വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീടെത്തി. അപ്പോൾ ഈ ഈവനിങ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.